അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടച്ചത് നീ. പക്ഷെ ആ പ്രതി മരിച്ച എങ്ങനെയാണെന്ന് നിനക്ക് അറിയില്ലെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കൂ? ചേട്ടാ, ആ മനുഷ്യൻ എന്റെ ആത്മസുഹൃത്തായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് 4 വർഷം ജീവിച്ചവരാണ്. അതുകൊണ്ട് തെറ്റ് ചെയ്താ നീ അവനെ തല്ലില്ലേ? അപ്പോ ചേട്ടൻ തല്ലിക്കൊന്നാണോ ചേട്ടൻ പറയുന്നത്? അതിന് മറുപടി പറയേണ്ടത് അവനാ. ഏതായാലും ഈ സമയത്ത് നീ സ്റ്റേഷനിൽ നിന്ന് പോകുന്നത് ശരിയായില്ല. നേരാ, ആളുകൾക്ക് വല്ല സംശയം തോന്നിയാലോ? SP നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇവൻ അവിടെ നിന്ന ജനങ്ങൾ സ്റ്റേഷന് തീ വെക്കും. അത്ര ചൂട് പിടിച്ച് നിൽക്കുക ആൾക്കാര്. Excuse me, Mr. Suresh. You are under arrest. ഗോപകുമാർ മർദ്ദനമേറ്റ് മരിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നിങ്ങൾ ഗോപകുമാറിനെ ലോക്കപ്പിലിട്ട് മർദ്ദിച്ചെന്ന് പോലീസുകാർ മൊഴിയുന്നതിനുണ്ട്. ഏത് പോലീസുകാരാണ് അങ്ങനെ പറഞ്ഞത്? ഐ വോണ്ട് സീ ദം. അവരെ കോടതിയിൽ വെച്ച് കാണാം. കം ഓൺ. എന്റെ ദേവി, സുരേട്ടൻ കൊന്നിട്ടില്ല. ഇതിലെന്തോ ചതിയുണ്ട്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മോളെ. നിന്റെ അമ്മയുടെയും ഈ പെണ്ണിന്റെയും കണ്ണുനീര് വീണ് ഈ വീട് മുടിയാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നിന്നെ ഞാൻ ജാമ്യത്തിൽ ഇറക്കിയത്. ഇനി അങ്ങോട്ട് ഒരു കാര്യത്തിനും എന്നെ പ്രതീക്ഷിക്കണ്ട. അല്ലെങ്കിൽ തന്നെ നമ്മുടെയൊക്കെ സഹായം അവനെന്തിനാ? നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അവന്റെ ശത്രുക്കളല്ലേ. ഇവൻ ഇവിടെ നിന്ന് അവരാരെങ്കിലും ഇങ്ങോട്ട് തിരിഞ്ഞു കയറുമോ? എന്നെ ഓർത്ത് ആരും വിഷമിക്കണ്ട. ഞാൻ ഇവിടുന്ന് പോവുകയാണ്. മോനെ, ചേട്ടൻ പോകരുത്. പോണല്ലേക്കേ, ഞാൻ ഇനി ഈ വീട്ടിൽ നിന്നുകൂടാ. എന്റെ പേരിലുള്ള കൊലക്കുറ്റം എനിക്ക് പ്രശ്നമല്ല. പക്ഷെ മരിച്ചത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. അവനെ കൊന്നത് ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ഇവിടെ നിന്നാൽ അത് നടക്കില്ല. ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ തിരിച്ചു വരും. മോനെ, അവൻ പോയി തെളിയിച്ചിട്ട് വരട്ടെ, കാണാമല്ലോ. എന്തോ കാണാനാ? കൊലപ്പുള്ളിയെ ശിക്ഷിക്കും. തൂക്കിക്കൊന്നില്ലേ ഭാഗ്യം. ഒരു റൂം വേണം. ഉണ്ട്. ഒരു ഒപ്പിട്ട സാർ. അമ്പത്തിരണ്ട്. ഈ രേഖയാണ് ഭാഗ്യരേഖ. ഇംഗ്ലീഷിൽ ഇതിനെ മിസ് ഫോർച്യൂൺ ലൈൻ എന്ന് പറയും. നമ്മുടെ ജീവിതത്തിലെ ജയാപജയങ്ങൾ കാണിക്കുന്നത് ഈ ലൈനാണ്. നിങ്ങളുടെ കയ്യിലെ ഭാഗ്യരേഖ നല്ല തെളിഞ്ഞതാണ്. പക്ഷേ ഇവിടെ ഒരു കട്ടുണ്ട്. അതിനെ പ്രതിബന്ധം എന്ന് പറയും. 2 വയസ്സിനും 22 വയസ്സിനും ഇടയ്ക്ക് എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ? ഉണ്ട്, എനിക്കുണ്ട്. അവനാണ് പ്രതിബന്ധം. അത് തരണം ചെയ്തിരിക്കുന്നു. ഇനി അങ്ങോട്ട് വാണം വിട്ട പോലെ കേറ്റമാണ്. സാറോ? അയ്യോ, സാറാണോ? ഇതെന്ന് തുടങ്ങിയതല്ല. ഞങ്ങൾ പരമ്പരയായിട്ട് ജ്യോത്സ്യന്മാരാ. പിന്നെ സ്വപ്പ രാഷ്ട്രീയം നോക്കിയെന്നേ ഉള്ളൂ. സാർ ഇവിടെ? ഞാൻ തൽക്കാലം അടുത്ത മുറി താമസിക്കാൻ വന്നിരിക്കേ. എന്നാ സാർ മുറിയിലിരുന്നാട്ടെ.
ഞാൻ ഈ കേസ് കെട്ടുകളെ ഒന്ന് പറഞ്ഞയച്ചിട്ട് വരാം. ആ ഓ ബാലഗംഗാധരൻ ഹിയർ. ഞാൻ സൂചനാണ് മുതലാളി. ഇൻസ്പെക്ടർ സുരേഷ് ഇവിടെ വന്നൊരു മുറി എടുത്തിട്ടുണ്ട്. ഓഹോ, ജാമ്യത്തിലിറങ്ങിയിട്ട് അവൻ നേരെ അവിടെ വന്നു. അവന്റെ നീക്കങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം. ആരൊക്കെയാണ് അവിടെ വരികയും പോവുകയും ചെയ്യുന്നതെന്ന് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. ശരി മുതലാളി. സാറ് ക്ഷമിക്കണം. ഞാൻ അന്ന് സാറിനെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചത് എന്റെ പാർട്ടി പറഞ്ഞതുകൊണ്ടായിരുന്നു. അവസാനം ആ പാർട്ടി തന്നെ എന്നെ ടാങ്കിൽ അടിച്ചു. കാര്യം സദാചാര വിരുദ്ധം. മനസ്സിലായില്ല. എന്റെ പൊന്ന് സാറേ, ഞാൻ ഒരു പെങ്കൊച്ചുമായിട്ട് ലോഹ്യത്തിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവിടെ വീട്ടിൽ പോയി കിടക്കുമായിരുന്നു. കൈ കിട്ടുന്നതിന്റെ പങ്ക് കൊടുക്കുമെന്നും കണ്ടോ. അങ്ങനെ കഴിയുമ്പോ പാർട്ടിയിലെ ചില പ്രമാണിമാരവളെ നോട്ട് വിട്ടു. എന്നിട്ട് ഞാൻ പല്ലും നഖവും കൊണ്ട് എതിർത്തു. അതിനവരെന്ത് ചെയ്തെന്നറിയാവോ? ഒരു രാത്രി കുറെ ചോട്ടാ നേതാക്കളെ കൊണ്ടുവന്ന് അവിടെ വീട്ടിൽ നിന്ന് എന്നെ പിടിച്ചിറക്കി എന്റെ പല്ലും നഖവും പറിച്ചു കളഞ്ഞു. അതായത് എന്നെ പൊതിരെ തല്ലി. പിറ്റേന്ന് പാർട്ടിയിൽ നിന്ന് ഡിസ്മിസ്. അടുത്ത ആഴ്ച ഞാൻ അവളെ രജിസ്റ്റർ കല്യാണം കഴിക്കാൻ ഇരിക്കുമായിരുന്നു സാറേ. അതിനുശേഷം കണ്ടുപിടിച്ച പുതിയ സേവന മാർഗമായിരിക്കും ഇത്. എന്ത് ചെയ്യാൻ സാർ, ഒരു മുഴം വയറില്ലേ, ജീവിക്കണ്ടേ. ഈ പുതിയ തൊഴിൽ എങ്ങനെയിരിക്കുന്നു? ആരുടെയും തല്ലുകൊള്ളില്ല സാറേ. പിന്നെ മറ്റതുപോലെ ഈ പുറം വരവൊന്നും കിട്ടില്ല. ജോത്സരേ, ഏതോ പുതിയ പാർട്ടി വന്നിട്ടുണ്ട്, വല്ലതും തടയോന്ന് നോക്കട്ടെ. അയ്യോ, ഇതുവരെ വിവാഹ കാര്യം നിന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയായിരുന്നു. ഇനി അത് നീട്ടിക്കൊണ്ടു പോകാൻ നിവൃത്തിയില്ല. ചേട്ടൻ സസ്പെൻഷനിലല്ലേ അച്ഛാ? അതെ, അവന്റെ കേസ് കഴിയാതെ വിവാഹം നടത്താൻ പറ്റില്ലല്ലോ. നടത്തണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കേസിൽ അവനെ ശിക്ഷിച്ച് ജയിലിൽ അയച്ചാലോ? ശിക്ഷ കഴിഞ്ഞ് വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും. തൂക്കിക്കൊന്നാലോ? അച്ഛാ, ഏതായാലും അവന് വേണ്ടി ഇനി കാത്തിരിക്കുന്ന പ്രശ്നമേ ഇല്ല. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് നിന്നെ ആരെയെങ്കിലും ഏൽപ്പിക്കണം. അതിന് ജയനുമായി ഞാൻ സംസാരിച്ചു. നിന്നെ വിവാഹം കഴിക്കാൻ അവന് ഇഷ്ടമാണ്. പക്ഷെ എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടമാണേ. നിന്നെ ഇതുവരെ വളർത്താമെങ്കിൽ ഞാൻ നിശ്ചയിക്കുന്ന ആളിന് തന്നെ നിന്നെ വിവാഹം കഴിച്ചു കൊടുക്കാനും എനിക്ക് കഴിയും. ജയനും നീയുമായുള്ള വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞു. അച്ഛാ, ഓ ഇല്ല, ഞാനിത് സമ്മതിക്കില്ല അപ്പച്ചി. എനിക്ക് ജീവനുണ്ടെങ്കിൽ സുരേട്ടനല്ലാതെ മറ്റൊരാൾ എന്നെ വിവാഹം ചെയ്യില്ല. അപ്പച്ചി എന്താ ഒന്നും പറയാത്തത്? എന്റെ ഇപ്പോഴത്തെ സ്ഥിതി മോക്ക് അറിഞ്ഞുകൂടാ. നിന്നോട് പറയുന്നതിന് മുമ്പ് തന്നെ ചേട്ടൻ എന്നോട് ഇത് പറഞ്ഞു. എന്നിട്ട് അപ്പച്ചി എന്ത് മറുപടി പറഞ്ഞു? ഞാൻ എന്ത് പറയാനാ മോളെ? സുഖമില്ലാത്ത ആളല്ലേ. എന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞ പെട്ടെന്ന് എന്തെങ്കിലും. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും ഇത് നടക്കില്ല. വേണ്ടി വന്നാൽ ബാക്കി കൂടി പറയൂ. ഇല്ല, ഇപ്പൊ ഞാൻ പറയില്ല. മോളെ, അത് പറയാതെ നിന്നെ ഞാൻ വിടില്ല. പറയൂ, നീ എന്താണ് പറയാൻ ഭാവിച്ചത്? അപ്പച്ചിയാണ് ചോദിക്കുന്നത്. പറയൂ. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. എന്നിട്ട് സുരേട്ടൻ താമസിക്കുന്ന ഹോട്ടൽ എനിക്കറിയാം. ഞാൻ അങ്ങോട്ട് പോവും. എന്നിട്ട് ഞാൻ സുരേട്ടനോടൊന്നിച്ച് ജീവിക്കും. അച്ഛന്റെ സ്വത്ത് എനിക്ക് ആവശ്യമില്ല. അത് ചേട്ടനിരിക്കട്ടെ. പൊന്നു മോളെ, അതുകൊണ്ടുണ്ടാകാവുന്ന ആപത്ത് എന്തൊക്കെയായിരിക്കുമെന്ന് നിനക്കറിയാമോ? കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് വളർന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് അപ്പച്ചിക്ക് അറിയാലോ. പറയൂ, ഞാൻ മറ്റൊരാളുടെ ഭാര്യയായി തീരുന്നത് അപ്പച്ചിക്ക് ഇഷ്ടമാണോ? പറയൂ. എന്റെ പൊന്നു മോളെ, എനിക്ക് അമ്മയില്ല. അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അപ്പച്ചി എന്റെ വിഷമം മനസ്സിലാക്കണം. ഇന്ന് രാത്രി ഞാൻ സുരേട്ടന്റെ അടുത്ത് പോവും. അപ്പച്ചി എന്നോട് പിണങ്ങരുത്. എന്റെ മോളെ. മിസ്റ്റർ സുരേഷ് ബാബുവിന്റെ മുറി എവിടെയാണ്? തേർഡ് ഫ്ലോർ 52. അദ്ദേഹത്തിന്റെ ഭാര്യ റൂമിലുണ്ട്. ഭാര്യയോ? അതെ, അവര് വൈകുന്നേരം വന്നതാണ്.
എന്തിനിവിടെ വന്നു? എന്തിനു വന്നെന്നോ? എന്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നിയല്ലോ. നിങ്ങളൊരു മനുഷ്യനാണോ? എന്നെ വരട്ടാനൊന്നും നോക്കണ്ട. ഞാൻ വിരട്ടാൻ വന്നൊന്നുമല്ല. പിന്നെ നിങ്ങൾ സ്ഥലം മാറിപ്പോയപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ മടങ്ങി വരാന്ന് പറഞ്ഞല്ലേ നിങ്ങൾ പോയത്? എന്നിട്ട് ഇതുവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? നീ എന്തൊക്കെയാ പറയുന്നത്? നല്ല ചോദ്യം. ഈ കണക്കിന് എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ തന്ത നിങ്ങളല്ലെന്ന് പറയുമല്ലോ. ഇല്ല, ഞാൻ പോകില്ല. ഇല്ല, ഞാൻ പോകില്ല. എന്നെ കൊന്നാലും ഞാൻ പോകില്ല. ഒരു നിമിഷം ഒന്ന് നിൽക്കാമോ? എന്ത് വേണം? നിങ്ങൾ ആരാ? എന്റെ പേര് ശാന്തകുമാരി. ഞാൻ മാവേലിക്കരയിലുള്ളതാ. ഇവിടെ എന്തിനു വന്നു? എന്റെ ഭർത്താവാണ് മുറിയിൽ താമസിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇൻസ്പെക്ടർ ആയിരുന്നപ്പോൾ എന്നെ രജിസ്റ്റർ വിവാഹം ചെയ്തു. എന്നിട്ട് തലമാറി പോന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഗർഭിണിയായ ഞാൻ അന്വേഷിച്ചു വന്നപ്പോ എന്നെ അറിയ പോലുമില്ലെന്ന് പറയുന്നു. എന്താ മനുഷ്യന്റെ പേര്? സുരേഷ് ബാബു. വലിയ ഇൻസ്പെക്ടർ ആണത്രേ. അത് ഞാൻ കാണിച്ചു കൊടുത്തേക്കാം. ഈ മുറിയുടെ വാതിൽ കിടന്ന് ഞാൻ വിഷം കഴിച്ചു മരിക്കും. ആ ദ്രോഹിയെ ഞാൻ വെറുതെ വിടില്ല. സത്യമാണോ മോളെ നീ പറയുന്നത്? സുരേഷിന് വേറെ ഭാര്യയും കുട്ടിയുണ്ടോ? ഉണ്ടപ്പച്ചി. നീ അവളെ കണ്ടോ? കണ്ടു, സംസാരിച്ചു. ചേട്ടനെ അവളെ വഞ്ചിച്ച കഥ അവളിൽ നിന്ന് എന്നെ കേൾക്കുകയും ചെയ്തു. എന്റെ ഈശ്വര, അപ്പച്ചി പറയൂ, ഇനി ഞാൻ എന്ത് ചെയ്യണം? മോളെ, ഞാൻ ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടാൽ ആ നിമിഷം എന്റെ അച്ഛൻ മരിക്കും. അവിവേകം ഒന്നും കാണിക്കല്ലേ മോളെ. മറ്റെന്ത് വഴിയുണ്ട് അപ്പച്ചി എനിക്ക് തിരഞ്ഞെടുക്കാൻ? അച്ഛന്റെ ആഗ്രഹം പോലെ മോള് ജയനെ വിവാഹം കഴിക്കണം. അപ്പച്ചി, മോളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അപ്പച്ചി പറയുന്നത്. സ്നേഹിച്ച പുരുഷൻ ചതിച്ചു എന്ന് കരുതി ജീവിതകാലം മുഴുവൻ ദുഃഖിച്ചു കഴിയുന്നത് വിഡ്ഢിതമാണ് മോളെ. കഴിഞ്ഞതെല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിന് മോള് തയ്യാറാകണം. സാവകാശം ആലോചിച്ച് തീരുമാനിച്ചാൽ മതി.